ഹായ് ചിൽഡ്രൻ, ഈ ചോദ്യം ചെയ്യുന്നതിന് മുൻപേ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ആദ്യം തന്നെ നിങ്ങളുടെ പ്രായം ഒരു പേപ്പറിൽ എഴുതുക. അതിന് താഴെ നിങ്ങളുടെ അമ്മയുടെ പ്രായം എഴുതുക. നിങ്ങളുടെ പ്രായം, അതിൻ്റെ താഴെ അമ്മയുടെ പ്രായം. നിങ്ങളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയാണോ അമ്മയുടെ പ്രായം? ചെക്ക് ചെയ്യൂ. നിങ്ങളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയാണോ അമ്മയുടെ പ്രായം? ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ വിട്ടോളൂ. കമൻറ്റ് ബോക്സിൽ ഇടുക. കണ്ടോ, നിങ്ങളുടെ അമ്മയുമായിട്ടുള്ളൊരു ബന്ധം, വയസ്സുമായൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു. മൈ ലവ്ലി മാത്ത് NMMS ഷോർട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം ഇതാണ്: റോഹൻ്റെ അച്ഛൻ്റെ വയസ്സ് അവൻ്റെ വയസ്സിനേക്കാൾ 4 മടങ്ങായിരുന്നു എന്ന് 6 വർഷം മുൻപേ. ഇനിയും 6 വർഷങ്ങൾ കഴിഞ്ഞാൽ റോഹൻ്റെ വയസ്സ് തൻ്റെ മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും. വാട്ട് ഈസ് ദ സൺസ് പെർസെൻറ്റേജ്? കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ്, 18 വയസ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3 സമയത്തുള്ള പ്രായങ്ങൾ തന്നിട്ടുണ്ട്. 6 വർഷം മുൻപേ ഉള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അവർക്കുള്ള പ്രായത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. 6 വർഷത്തിൻ്റെ ശേഷമുള്ള പ്രായത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്: 6 വർഷം മുൻപ്, ഇപ്പോൾ, 6 വർഷം കഴിഞ്ഞ്. അതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം പിക്ക് ചെയ്യേണ്ടത്. 6 വർഷം മുൻപ്, ഇപ്പോൾ, 6 വർഷം കഴിഞ്ഞ്. ഇതാ തന്നിട്ടുള്ള വിവരം വെച്ച് സണ്ണിൻ്റെ 4 ഇരട്ടി ആണ് അച്ഛൻ്റെത്. അപ്പോൾ ഏറ്റവും ചെറിയ ആളുടേത് വേണം എക്സ് എന്നെടുക്കാൻ. കുട്ടിക്ക് എക്സ് ആയിരുന്നെങ്കിൽ അച്ഛന് 4x. ഇനി അവർ തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഈ ബന്ധം ഞാൻ കൊണ്ടുവന്നതല്ല, ഇത് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ആ ബ്രാക്കറ്റൊക്കെ തുറന്ന് എക്സ് എല്ലാം ഇടത്തേക്കും സംഖ്യകളെല്ലാം വലത്തേക്കും കൊണ്ടുപോയി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x = 2 എന്ന് കിട്ടുന്നു. പല പ്രാവശ്യം ചെയ്ത് പഠിക്കുക കേട്ടോ.